ലാൽ സലാം ഈ ഒരു ശനിയാഴ്ച സൂപ്പർ സാറ്റർഡേ ആക്കി മാറ്റുകയാണ് രാവണപ്രഭു. ഒരു റീ റിലീസ് ചിത്രമാണ്. സിനിമ നമ്മൾ പലരും പലവട്ടം കണ്ടിട്ടുള്ളതാണ്. ടി വിയിലുമൊക്കെയായി പലവട്ടം അല്ലെങ്കിൽ യൂട്യൂബിലൂടെയും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഫെസ്റ്റീവ് മോഡ് ഓൺ ചെയ്തിരിക്കുകയാണ് ഈ ഒരു മൂവി. അതറിഞ്ഞുകൊണ്ട് തന്നെ ജനങ്ങൾ ഇടിച്ചു കയറുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നു. ഈ ഒരു ശനിയാഴ്ചയും ഇന്നലെ ഒരു റിലീസ് തീയതിയാണ്. അതുകൊണ്ട് തന്നെ ഫാൻസിൻ്റെ ആ അഴിഞ്ഞാട്ടം കൊണ്ട് തിയേറ്ററുകൾ പ്രകമ്പനം സൃഷ്ടിക്കാൻ കഴിയും. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ശനി ഞായറും ഒക്കെ കഴിയുമ്പോൾ അങ്ങോട്ട് എങ്ങനെ പോകുമെന്നൊരു ചോദ്യമുണ്ടെങ്കിൽ ശനിയാഴ്ച തീ പോലെയാണ്. ഫസ്റ്റ് ദിവസത്തേക്കാൾ കൂടുതലാണ് സെക്കൻഡ് ദിവസത്തെ തിരക്ക് എന്ന് തന്നെ പറയാം. അതായത് രാവിലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക തിയേറ്ററുകളിലും ഹൗസ്ഫുൾ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ള ലെവലിലാണ്. ഇവിടെ റിലീസ് ചിത്രങ്ങളുണ്ട്. വമ്പൻ കാന്താരയും ലോകയും അപ്പുറത്ത് നിൽക്കുമ്പോൾ ഈ സിനിമ ഇത്രയും ഗംഭീരമാക്കണമെങ്കിൽ അതൊരു ഒറ്റ കാര്യമേ ഉള്ളൂ, മോഹൻലാൽ എന്ന ഒറ്റ ഫാക്ട്. അതുമാത്രമല്ല അതൊരു ഫെസ്റ്റീവ് മോഡാണ്. നമുക്കറിയാം കണ്ട സിനിമ വീണ്ടും കാണാൻ ചിലപ്പോൾ മടിയൊക്കെ തോന്നാം. പക്ഷേ ഇതങ്ങനെയല്ല. ഇതൊരു ഫെസ്റ്റീവ് മോഡ് ഓണാക്കുമ്പോൾ ഇതിലെ ഓരോ പാട്ടും ഓരോ രംഗങ്ങളും ഓരോ ഡയലോഗുകളും തിയേറ്ററിൽ പ്രകമ്പനം തന്നെ സൃഷ്ടിക്കുകയാണ്. എറണാകുളം കവിതയിലെ ശനിയാഴ്ച ഈവനിങ് ഷോസ് എല്ലാം തന്നെ, അതായത് 3 ഷോകളാണ്, അല്ലാതെ ഏതെങ്കിലും ഷോ എന്നുള്ളതല്ല. 5:30-യുടെയും 8:45-ൻ്റെയും 11:59-ൻ്റെയും ഓൾമോസ്റ്റ് ഫുള്ളാണ്. അതിനകത്തിൽ 8:45-ൻ്റെ ഹൗസ്ഫുള്ളായി കഴിഞ്ഞു. അത് ഇന്നലെ തന്നെ ഹൗസ്ഫുള്ളായതാണ്. ഇനി സിനിമയുടെ കളക്ഷൻ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിലും ആദ്യ ദിനം ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത് 336 ഷോകളിൽ നിന്ന് 38,000-ന് മുകളിൽ ടിക്കറ്റ് വിറ്റുപോയി എന്നുള്ള കണക്കുകളും 59 ലക്ഷം രൂപയാണ് സിനിമയുടെ കളക്ഷനായി വന്നത്. ഒക്യുപ്പൻസി 43%. ഇന്ന് ശനിയാഴ്ച എങ്ങനെയെന്ന് നോക്കുമ്പോൾ ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് 332 ഷോകളും 20,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി എന്ന് പറയുമ്പോൾ 33 ലക്ഷം രൂപയുമാണ് കളക്ഷനായി വന്നിരിക്കുന്നത്. അതായത് ട്രാക്കിങ്ങിലൂടെ മാത്രം 92 ലക്ഷം രൂപയിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്. ആദ്യ ദിനം 70 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു സിനിമയുടെ കളക്ഷനെങ്കിൽ രണ്ടാം ദിവസം ഏകദേശം അത് 80 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് പോകും എന്നുള്ളതാണ്. അതായത് 2 ദിവസം കൊണ്ട് സിനിമ 1.5 കോടിക്ക് മുകളിലേക്ക് പോകും. കളക്ഷൻ അല്ല ഇതിനകത്തിലുള്ള കാര്യം, അല്ലെങ്കിൽ സിനിമ എന്ത് എന്നുള്ളതല്ല. ഇവിടെ ഒരു ഫെസ്റ്റീവ് മോഡ് ഓണാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ഒന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് വലിയ പാട് തന്നെയാണ്. എത്ര നല്ല സിനിമകളാണെങ്കിലും ചിലപ്പോഴൊക്കെ തിയേറ്ററിൽ പോയി കാണാൻ തോന്നില്ല. ഇത് സിനിമ നോക്കിയിട്ടല്ല, ശരിക്കും മോഹൻലാലിൻ്റെ പ്രസൻസ് കാണാൻ വേണ്ടി, മോഹൻലാലിൻ്റെ ഡയലോഗ് ഡെലിവറി കാണാൻ വേണ്ടി, അതിൻ്റെ പഞ്ച് സീനുകൾ കാണാൻ വേണ്ടി തന്നെ ജനങ്ങൾ ഇടിച്ചു കയറുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം. മോഹൻലാൽ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ പിള്ളേരുണ്ടാ കൂടെ എന്ന് പറഞ്ഞ അതേ വാക്ക് ഇവിടെ ഉറപ്പിക്കുകയാണ്. അതെ, ഈ ഒരു സിനിമ ഇന്ന് തിയേറ്ററിൽ പോകുന്ന അല്ലെങ്കിൽ കാണാൻ പോകുന്ന ഓരോ വ്യക്തിക്കും അതൊരു ആവേശത്തിൻ്റെ നിമിഷമാണ്. 2-2.5 മണിക്കൂർ അവർ ആഘോഷിച്ചാണ് തിരിച്ചെത്തുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.